ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അനുമോള് അലോകിനെ വരച്ച വരയിൽ നിർത്തിക്കാട്ടോ. പറയുന്നുണ്ട്, എടാ അലോകെ, എൻ്റെ അടുത്ത് കളിച്ചാൽ ഞാനിവിടെ എല്ലാ സത്യങ്ങളും നിന്നെക്കൊണ്ട് തന്നെ പറയിപ്പിക്കും. അതുകൊണ്ട് മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് കേട്ട് അടങ്ങി അവിടെ ഇരുന്നോ. പറഞ്ഞ കേട്ടല്ലോ എന്നും പറഞ്ഞാൽ കത്തി മുന്നിൽ അങ്ങനെ നിർത്താട്ടോ. ഇത് കാണുമ്പോൾ തന്നെ അലോക് ആകെ പേടിച്ച് വരയ്ക്കുകയാണ്. അനുമോളെ, നീ കൈയെടുക്ക്, ഞാൻ നീ പറയണ പോലെ അനുസരിച്ചോളാം. അങ്ങനെ അലോക് അവിടെ അടങ്ങി നിൽക്കുകയാണ്. രണ്ടും കൽപ്പിച്ച് തന്നെയാണ് കേട്ടോ നമ്മുടെ അനുമോൾ ആ കട്ടിലിൽ ചെന്നിരിക്കുന്നത്. തൊട്ടപ്പുറത്ത് ദേവമംഗലത്താണെങ്കിൽ ഭക്ഷണം കഴിക്കാതെ ഭയങ്കര വിഷമത്തിലിരിക്കുകയാണ് നമ്മുടെ ഗോമതി. അടുത്ത് വന്നിരുന്നിട്ട് നമ്മുടെ മീനാക്ഷി ചോദിക്കുകയാണ്, അതെ അമ്മ എന്താ ഇങ്ങനെ ഭക്ഷണം കഴിക്കാതിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് ഇറങ്ങണ്ടേടി, ഇന്നത്തെ ദിവസം നീ മറന്നുപോയോ? ഇത്ര പെട്ടെന്ന് ബാലേട്ടൻ ഇങ്ങനെ വന്നത് തന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല ഏട്ടൻ, ഇത്രത്തോളം കുടിച്ച് മനസ്സ് തകർന്നു വന്നത് എന്നും പറഞ്ഞ് ബാലനെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടാട്ടോ. എന്നാലും അനുമോള് ഇങ്ങനെ ചെയ്തല്ലോ. അപ്പോഴാണ് ഉടനെ മീനാക്ഷി പറയാണ്, അമ്മ എന്തിനായി മറ്റുള്ളവരുടെ ഈ വാശി കാണിക്കുന്നത്? ആഹാരത്തിനോട് എന്തിനായി വാശി കാണിക്കുന്നത്? അത് കഴിക്കുക, എനിക്ക് വാശിയില്ല, ഒന്നുമില്ല. പിന്നെ ഞാൻ എന്ത് വാശി കാണിക്കാൻ? ഞാൻ ചെയ്തതിനെല്ലാം എനിക്ക് തിരിച്ചടി കിട്ടി, അങ്ങനെ പറഞ്ഞാൽ പോരെ? എന്താ അമ്മ അങ്ങനെ പറയുന്നത്? പണ്ട് ഞാൻ എൻ്റെ വിവാഹത്തിന് ആ തലേ ദിവസം ബാലേട്ടനോടൊപ്പം ഇറങ്ങി വന്നപ്പോൾ എൻ്റെ വീട്ടുകാർ ഒത്തിരി സങ്കടപ്പെട്ടില്ലേ? അതുകൊണ്ടായിരിക്കാം ദൈവം ഇന്ന് എനിക്ക് ഈ ഒരു തിരിച്ചടി തന്നത്. അതുകൊണ്ടായിരിക്കും ഞാൻ ഇത്രത്തോളം വിഷമിക്കേണ്ടി വരുന്നത് എന്ന് ഗോമതി പറഞ്ഞ് സങ്കടപ്പെടുമ്പോൾ മീനാക്ഷി പറയാം, അമ്മ അതൊന്നും ആലോചിക്കണ്ട, അമ്മയ്ക്ക് ഇഷ്ടമുള്ള ഒരാളുടെ കൂടെയാണ് അമ്മ ഇറങ്ങി വന്നത് അല്ലേ? അതും അച്ഛനെ പോലെ ഒരാളുടെ കൂടെ നല്ല സ്നേഹത്തോടുകൂടി നിങ്ങൾ ഇന്നും കഴിയുന്നില്ലേ? അതിനെന്താ? ഇതുപോലെ തന്നെ അനുമോളുടെ തീരുമാനം ആ സമയത്ത് ശരിയായിരുന്നമ്മേ, അതുകൊണ്ട് അവൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അതിന് നമുക്ക് അവളെ കുറ്റം പറയാൻ പറ്റുമോ? നിങ്ങളെല്ലാവരും അവളെ സൈഡിൽ നിന്ന് സംസാരിച്ചോ, ഞങ്ങളെക്കുറിച്ച് ആരും ഒന്നും അറിയണ്ട. അങ്ങനെ അല്ലമ്മേ, അമ്മ ഒന്ന് ആലോചിച്ച് നോക്ക്, കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ഇതൊക്കെ ആറിത്തണുക്കും, എല്ലാം ചിലപ്പോൾ കലങ്ങി തെളിയും. ഇല്ല, എത്രയൊക്കെ മുറിവുണങ്ങിയാലും ശരി തന്നെ അതിൻ്റെ പാടവിടെ ഉണ്ടാവും മീനാക്ഷി എന്നിങ്ങനെ പറഞ്ഞ് സങ്കടപ്പെടുകയാണ്. ആ റൂമിനകത്തിരുന്നുകൊണ്ട് ആര്യനും കരയാണ് കേട്ടോ. ഓർത്ത് അനുമോളെ ജീവനായിരുന്നല്ലോ ആര്യന്. അപ്പോൾ ആ സോങ് ഇങ്ങനെ ആലോചിച്ചിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന കണ്ടിട്ടാണ് നമ്മുടെ മിത്ര വരുന്നത്. മിത്ര അവിടെ നിന്ന് ഒരു ഗ്ലാസ് വെള്ളമൊക്കെ എടുത്ത് ആര്യന് കൊടുത്തിട്ട് പറയാം, ആര്യൻ സങ്കടപ്പെടാതെ, വരേണ്ടതെല്ലാം വന്നു, ഇനി എന്ത് ചെയ്യും? എടി മിത്രേ, അവൾക്ക് എങ്ങനെ തോന്നി നമ്മളോട് ഇങ്ങനെ ചെയ്യാനായിട്ടേ? അവളാണെങ്കിൽ എത്രമാത്രം സ്നേഹത്തോടു കൂടിയാണ് അവളെ കണ്ടത്, അവൾ ഞങ്ങളെ എങ്ങനെ കണ്ടത്? എന്നിട്ട് എല്ലാവരെയും വേദനിപ്പിച്ച്, അതും അലോകിനെ പോലെ ഒരുത്തൻ്റെ കൂടെ ഇറങ്ങി പോവാന്ന് വെച്ചാൽ സഹിക്കാൻ പറ്റുന്നതാണോ? അച്ഛൻ ഇന്ന് വന്ന വരവ് നീ കണ്ടിരുന്നില്ലേ? അച്ഛൻ കുടിക്കും സന്തോഷം വരുമ്പോൾ, പിന്നെ സങ്കടം വരുമ്പോഴും പണ്ട് കുടിച്ചിട്ടുണ്ട്. അത് ഇങ്ങനെയൊന്നുമല്ല, ഇത് പക്ഷേ മനസ്സ് തകർന്ന് ഇങ്ങനെ പോയാലേ അച്ഛൻ ഒരു മുഴു കുടിയനാവുന്ന എനിക്ക് തോന്നണേന്നും പറഞ്ഞ് ആരും കരയാട്ടോ. മിത്ര അടുത്ത് വന്നിരുന്നിട്ട് പറയാം, ആരും അങ്ങനെയൊന്നും വിചാരിച്ച് സങ്കടപ്പെടണ്ട, അച്ഛൻ അങ്ങനെയൊന്നും ആവത്തില്ല. പിന്നെ ഇന്നത്തെ ഒരു അവസ്ഥയിൽ അച്ഛൻ അങ്ങനെ ആയെന്നേ ഉള്ളൂ, അതുകൊണ്ട് ആരും പേടിക്കണ്ട. പക്ഷേ ഒരു കാര്യം എനിക്ക് നല്ല സംശയമുണ്ട്. അതെ, എനിക്കും സംശയമുണ്ട്. കാരണം ഈ അനുമോള് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അനുമോളുടെ പൂർണ്ണ സമ്മതത്തോടു കൂടി തന്നെയാണ് ഈ വിവാഹം ഉറപ്പിച്ചത്, എനിക്ക് ഉറപ്പാണ് എന്ന് മിത്ര പറയുമ്പോൾ ആര്യം പറയാം, എനിക്കും നല്ല സംശയമുണ്ട്. അവളെ എന്തോ പറയോ കാണിക്കുകയോ ചെയ്തിട്ട് അലോക് ട്രാപ്പ് ചെയ്തിട്ടുണ്ട്. അത് പേടിച്ചിട്ടാണ് അവന് വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്നത്, അല്ലാതെ നമ്മളെ ആരും അവൾ തള്ളി പറയില്ല, എനിക്ക് ഉറപ്പാണ്. ശരിയാണ് ആര്യ, എനിക്കും അത് സംശയം തോന്നി. കാരണം അനുമോൾ അത്രത്തോളം ഹാപ്പി ആയിരുന്നേ. അവൾക്ക് പോകണമെങ്കിൽ നേരത്തെ എങ്ങാനും പൊക്കൂടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇതുവരെ കാത്തിരിക്കേണ്ട കാര്യം ഇല്ലായിരുന്നില്ലല്ലോ. ഇതിലെന്തോ ഒരു കള്ളക്കളി നടന്നിട്ടുണ്ട്, അതൊന്ന് കണ്ടുപിടിക്കണമല്ലോ ആര്യ, കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും എന്ന് ആലോചിക്കാട്ടോ. പിന്നെ അനുമോളെ ഒന്ന് കണ്ണിന് കാണാൻ പോലും പറ്റുന്നില്ല. ആ കൃഷ്ണമംഗലത്തോട്ട് കയറി ചെല്ലാൻ പറ്റുമോ? അതും പറ്റത്തില്ല. ആരും വിഷമിക്കാതെ, അതിനൊരു വഴിയുണ്ട്. എന്ത് വഴി? അതൊക്കെ എനിക്ക് വിട്ടെന്നേരെ, ഞാൻ കണ്ടുപിടിക്കാം അനുമോളുടെ മനസ്സിൽ എന്താ ഉള്ളതെന്ന്. ശരി, എന്നാൽ നീ അങ്ങനെ ചെയ്തോന്നും പറഞ്ഞ് സമ്മതം കൊടുക്കുകയാണ്. അടുത്ത റൂമിലിരുന്ന് നമ്മൾ ആനന്ദ് ടെൻഷൻ അടിച്ചിരിക്കുന്നത് കണ്ടിട്ട് ദേവി പതിയെ അടുത്ത് വന്നിരുന്നിട്ട് ആനന്ദിൻ്റെ തോളിൽ കൈവയ്ക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയാം, ആനന്ദിട്ട വിഷമിക്കാതിരിക്കുക, പിന്നെ ഇന്ന് ബാലച്ചൻ ഇങ്ങനെയൊക്കെ വന്നത് ഓർത്തിട്ടാണോ ഈ വിഷമം എന്നൊക്കെ ചോദിക്കാട്ടോ. ആദ്യം കുറച്ച് നേരമൊക്കെ നമ്മുടെ ആനന്ദ് മിണ്ടാതിരിക്കുന്നുണ്ട് ദേവിയുടെ ഉപദേശവും കാര്യമൊക്കെ. എന്നിട്ട് പറയണ്ട്, പാവം ബാലച്ചൻ ഇത്രയും നാളും ഞങ്ങൾ ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ, ഇത്രത്തോളം കുടിച്ച് അവശനായിട്ട് വന്നത്. എന്നാലും ഈ അനുമോൾ എന്തിനാണ് നമ്മളിങ്ങനെ ചതിച്ചത് എന്നൊരു വാക്കങ്ങോട്ട് ചോദിക്കാണ്ട് പെട്ടെന്ന് ആനന്ദിൻ്റെ വിധം അങ്ങോട്ട് മാറി. നീ എന്താടി പറഞ്ഞത്? ചതിച്ചെന്നോ? ചതിയുടെ വഴി എവിടുന്നാ വന്നത് നിനക്കറിയില്ലേ? എനിക്കറിയില്ല ആനന്ദേട്ടാ, അറിയില്ലല്ലേ.
ഈ വീട്ടിൽ ഞങ്ങളെല്ലാവരും ഭയങ്കര സന്തോഷത്തോടു കൂടി സഹോദര സ്നേഹത്തോടു കൂടി കഴിഞ്ഞിരുന്ന ഒരു കുടുംബമാടി ഇത്. നീ എന്ന് ഈ വീട്ടിൽ കാലെടുത്ത് വെച്ചോ അന്ന് മുതലാണ് ഇവിടെ ചതിയും വഞ്ചനയും എല്ലാം വന്നത്. ആണെന്നിട്ടാണ് നീ എന്താ ചെയ്തെന്നോ? നീ തന്നെയല്ലടി ഏറ്റവും വലിയ വഞ്ചകി. എന്തൊക്കെ കള്ളം പറഞ്ഞിട്ടാടി എൻ്റെ ജീവിതത്തിലേക്ക് നീ കടന്നു വന്നത്. അതോടുകൂടി തന്നെയാണ് ഇവിടെ ഞങ്ങൾക്കിടയിലെ പരസ്പരം കള്ളത്തരം ഇല്ലായിരുന്നു, ഒളിവും മറയും ഇല്ലായിരുന്നു. എല്ലാവരും ഓപ്പണായിരുന്നു, തുറന്നു പറയുന്ന ഒരു സ്വഭാവക്കാരാണ് ഞങ്ങൾ. നീയായിട്ടാണ് ഈ വീട്ടിലതെല്ലാം കൊണ്ടുവന്നത്. അന്ന് മുതൽ ഇന്ന് വരെ, ഇന്ന് എൻ്റെ ഈ അനുമോൾ ചെയ്ത ഈ തെറ്റ് വരെ നീ കാരണമാണ് അടി ഉണ്ടായത്, നീ കാരണം എന്ന് പറഞ്ഞിങ്ങനെ അടിച്ച് വെക്കാട്ടോ. അപ്പോൾ തന്നെ പിന്നെ ഇയാളോട് സംസാരിച്ചിട്ട് യാതൊരു കാര്യമില്ലെന്ന് ദേവിക്ക് മനസ്സിലായി. ദേവി മൊത്തത്തിലാകെ തകർന്നിങ്ങനെ ഇരിക്കാൻ കേട്ടോ. അപ്പം വീണ്ടും നമ്മുടെ ആനന്ദ് പറയാം, എടി ഇന്ന് അനുമോളുടെ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ നിന്നെ ഇവിടുന്ന് പറഞ്ഞു വിടാമെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലേ, എന്നിട്ട് ഇന്നത് നടന്നതുമില്ല, നിനക്കൊട്ട് പോകാനും പറ്റിയില്ലല്ലേ. അങ്ങനെ നീ വിചാരിക്കണ്ട. പക്ഷേ ഞാൻ പറഞ്ഞ വാക്കിന് ഒരു മാറ്റവും. നീ ഇവിടുന്ന് ഇറങ്ങിപ്പോണം, എന്നാലേ ഈ വീട് നന്നാവൂ. എന്നിട്ടാ ഞാൻ എങ്ങനെ പോവാനാ? ഈ രാത്രിയൊന്നും ഞാൻ നിന്നെ പറഞ്ഞു വിട്ടില്ല. നാളെ നേരം വെളുക്കുമ്പോൾ നീ എൻ്റെ വീട്ടിലെല്ലാവരോടും സത്യം തുറന്ന് പറയണം. എന്തായാലും അനുമോളുടെ അവസ്ഥ അറിഞ്ഞ് ഇവിടെ എല്ലാവരും മനസ്സ് തകർന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ നിൻ്റെ കാര്യം കൂടെ കേട്ടിട്ട് അവരെ അതിൻ്റെ കൂടെ അതങ്ങ് ആയിക്കോളും. ഇനി പ്രത്യേകം ഒരു വേദന അവർക്ക് കൊടുക്കണ്ട, ഇതിൻ്റെ കൂടെ തന്നെ ആയിക്കോട്ടെ. തുറന്ന് പറയണം, എന്നിട്ട് നീ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊള്ളണം. ഇതെൻ്റെ അവസാനത്തെ വാക്കാണ് ദേവി എന്ന് പറയാട്ടോ. ദേവി ആകെ ധർമ്മ സങ്കടത്തിലായിപ്പോയി. അടുത്ത റൂമിൽ ധർമ്മന് നല്ല സംശയമുണ്ട് ഈ അനുമോളുടെ ഈ ഒരു കാര്യത്തിൽ ഇവിടെ സുകന്യയ്ക്ക് പങ്കുണ്ടെന്നത്. അങ്ങനെ സുകന്യക്കിട്ട് കുറേ കൊടുക്കുന്നുണ്ട് കേട്ടോ വഴക്ക്. എൻ്റെ അടിക്കാനൊക്കെ കൈ ഓങ്ങാണ്. സുകന്യ ഓടിച്ചെന്ന് പറയാണ്, എൻ്റെ ധർമ്മേട്ടാ ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല. പിന്നെ എന്നെ അലോക് ഫോണിൽ വിളിച്ചിരുന്നത് കാര്യം സത്യമാണ്. എന്നിട്ട് അനുമോളുടെ കയ്യിൽ ഫോൺ കൊടുക്കാൻ പറഞ്ഞു. അവൾ ഒരു വിധത്തിൽ ഫോൺ വാങ്ങിച്ചിട്ടില്ലായിരുന്നു. അവസാനം എങ്ങനെയൊക്കെയോ ഫോൺ വാങ്ങിച്ച് അവൾ സംസാരിച്ചപ്പോഴത്തേക്കും അവൾക്ക് അലോകിനെ ഇഷ്ടമല്ലാന്നും അലോകിനോട് എന്തൊക്കെയോ എന്തോ പറയണമെന്നോ എന്തോ പറഞ്ഞിട്ടാണ് ഞാൻ കൂടെ ചെന്നത്. അത് കഴിഞ്ഞുള്ള കാര്യം എനിക്ക് അറിയത്തില്ല. അവളെ ഞാൻ വിശ്വസിച്ച് പോയി. അവൾ അവൻ്റെ കൂടെ പോകുമെന്ന് ഞാൻ അറിഞ്ഞോ? എൻ്റെ നിന്ന് ഫോൺ വാങ്ങിച്ചിട്ട് അവൾ പറയാ, നിന്നെ എനിക്ക് ഇഷ്ടമല്ല, എന്നെ മേൽ ഫോൺ വിളിക്കരുത്, എനിക്ക് നീ ഫോൺ കൊണ്ട് തരരുതെന്ന് വരെ എന്നെപ്പോലും അവളെ വഴക്ക് പറഞ്ഞു. അവൾ അവൻ്റെ കൂടെ ഇറങ്ങിപ്പോയി എന്ന് പറയുമ്പോഴേ ഞാനും അത്ഭുതമായിപ്പോയി ധർമ്മേട്ടാ, എനിക്കിതിൽ യാതൊരു പങ്കുമില്ല എന്ന് പറയാം. പക്ഷെ ധർമ്മം വിശ്വസിക്കില്ല. ധർമ്മം വീണ്ടും പറയാം, എടി അവൻ്റെ കൂടെ രാത്രി സംസാരിക്കാനായിട്ട് അവൾ ഇറങ്ങിപ്പോയത് നീ കാരണമല്ലേ, അപ്പോൾ അതെന്തുകൊണ്ട് നീ ഇവിടെ പറഞ്ഞില്ല? അതെങ്ങനെ ഞാൻ പറയും? ഇവൾ പോകുമെന്ന് ഞാൻ അറിഞ്ഞോ? ഇവള് ആ രാത്രി ഇവിടെ തിരിച്ച് വന്നു ഉറങ്ങിയെന്നോ അല്ലേ ഞാൻ വിചാരിക്കുന്നത്. ഇവൾ ഇങ്ങനെ ഒരു ചതി എല്ലാവരോടും ചെയ്ത് ഞാൻ അറിഞ്ഞോ ധർമ്മേട്ടാ? ഇപ്പം കുറ്റമൊക്കെ എൻ്റെ അടുത്തായോ? ആ രാത്രി കല്യാണ മണ്ഡപത്തിൽ ഇത്രയും ആൾക്കാരും ബന്ധുക്കളും ഒക്കെ വന്നിരിക്കുമ്പോൾ അനുമോൾ അങ്ങോട്ട് അലോകിനെ കാണാൻ പോയി എന്ന് എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റുമോ? ഇവിടെ വലിയ പ്രശ്നങ്ങളുണ്ടാവില്ലേ? അപ്പോൾ അങ്ങനെയെങ്കിലും സമാധാനമായിട്ട് അത് കഴിഞ്ഞിട്ട് അവളിങ്ങനെ വരട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. നല്ലത് ചെയ്തത് ഇപ്പം എനിക്ക് ദോഷമായല്ലേ എന്നും പറഞ്ഞും കൊണ്ട് അങ്ങോട്ട് തുടങ്ങിയിട്ടോ. അപ്പോൾ പക്ഷേ നമ്മുടെ ധർമ്മനാണെങ്കിൽ അത്രയ്ക്കൊന്നും വിശ്വാസം ആവുന്നില്ലെങ്കിലും തടി തപ്പാൻ മെടിക്കുകയാണല്ലോ നമ്മുടെ സുകന്യ. അങ്ങനെ സുകന്യ ധർമ്മൻ്റെ മുന്നിൽ നിന്ന് അടി കൊള്ളാതെ രക്ഷപ്പെടുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെയൊക്കെ ആകുമ്പോഴത്തേക്കും പതുപോലെ നമ്മുടെ ആ സിറ്റ് ഔട്ടിലേക്ക് അവിടെ വന്നിട്ട് സെറ്റിയിൽ വന്നിരുന്ന് കരയാണ് കേട്ടോ നമ്മളെ ഗോമതി തലേ ദിവസത്തെ കാര്യം ഓർത്ത് കരയണം. ഭക്ഷണവും ഇല്ല. വീണ്ടും മീനാക്ഷി അടുത്ത് വന്നിരുന്നിട്ട് കാര്യം അമ്മ ഇങ്ങനെ കരഞ്ഞും തളർന്നിട്ട് യാതൊരു കാര്യമില്ല അമ്മയെന്ന് പറയാണ്. അപ്പോൾ ഈ സമയത്ത് ദേവിയെയും കൂട്ടിക്കൊണ്ട് ആനന്ദ് വന്നിട്ട് പറയാം, ആനന്ദിന് ഓഫീസിൽ പോകാറായി. ദേവിയോട് പറയണം, മര്യാദയ്ക്ക് അമ്മ ദേ അവിടെ ഇരിപ്പുണ്ട്, അവിടെ പോയി നീ സത്യാവസ്ഥകൾ നിൻ്റെ കാര്യങ്ങളെല്ലാം നീ തുറന്ന് പറഞ്ഞ് ഇപ്പം പാക്ക് ചെയ്ത് ഇറങ്ങിക്കോ എന്ന് പറയാം. ദേവിയാണെങ്കിൽ പഠിച്ച് പോവാണ് കേട്ടോ. നിന്നോടാണ് ഞാൻ പറഞ്ഞത് പോയി പറയാൻ. ഈ വിഷമത്തിൻ്റെ ഇടയിൽ കൂടെ അവരിതും കൂടെ അങ്ങ് സഹിച്ചോളും. അങ്ങനെ ദേവി ആനന്ദിൻ്റെ നിർദ്ദേശപ്രകാരം പതിയെ അടുത്തേക്ക് വരുവാ കേട്ടോ. ഗോമതിയുടെ അടുത്തേക്ക് അമ്മേ എന്ന് വിളിക്കുമ്പം ഗോമതി ചോദിക്കണേ, എന്താ വേണ്ടത്? അമ്മേ, എനിക്ക് അമ്മയോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആനന്ദ് ഇവിടുന്ന് ആക്ഷൻ കാണിക്കാം. പറയടി പറയാന്ന്. അതമ്മേ, എനിക്കറിയാം നീ എന്താ തുറന്ന് പറയാൻ വരുന്നതെന്ന്. നിങ്ങൾ ആരും എന്നോട് സംസാരിക്കണ്ട. അനുമോളെ ന്യായീകരിച്ച് എന്നോട് വിഷമിക്കണ്ടെന്ന് അതും ഇതും പറയാനല്ലേ നിങ്ങൾ വരുന്നത്? അതിനാണല്ലോ ഇപ്പോൾ മീനാക്ഷി ഇവിടെ വന്നിരിക്കുന്നത്. ഇനി നീയും കൂടെ എൻ്റെ കൂടെ വരണോ? എനിക്ക് ആരുടെയും ഉപദേശമൊന്നും കേൾക്കണ്ട. എൻ്റെ അവസ്ഥ എൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നതല്ലേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. അതല്ല അമ്മേ, ഞാൻ വേറൊരു കാര്യം, എനിക്കറിയാം നിങ്ങളൊക്കെ എന്താ പറയാൻ വരുന്നത്. ദേവി ഒന്ന് പോയേ, എനിക്കിത്തിരി സമാധാനത്തോടെ ഇരിക്കണം എന്നിങ്ങനെ പറയുമ്പോൾ ഇനിയിപ്പോൾ ഭയങ്കര വിഷമത്തിലാണ്. ഈ ഒരു അവസ്ഥയിൽ ഇതും കൂടെ പറഞ്ഞാൽ ആകെ കുഴപ്പമാവുന്നുള്ളത് ദേവിക്ക് മനസ്സിലാവും. ദേവി ദയനീയ അവസ്ഥയിൽ തിരിഞ്ഞ് നമ്മൾ ആനന്ദിനെ നോക്കാട്ടോ. അപ്പോൾ ആനന്ദ് ഉടനെ ആക്ഷൻ കാണിക്കുന്നുണ്ട്. പോട്ടെ പറയണ്ട, ഇനിയിപ്പോൾ പറയണ്ട എന്നിങ്ങനെ ആക്ഷൻ കാണിക്കുക. അതോടുകൂടി ദേവിക്ക് സമാധാനമായി. ദേവി അവിടെ ഇരിക്കുകയാണ്.
അങ്ങനെ ഇരിക്കുമ്പോൾ ബാലൻ അകത്തുനിന്ന് ഇറങ്ങി വന്നിട്ട് പൂജാമുറി കയറി താക്കോലും പേഴ്സും ഒക്കെ എടുത്തിട്ടുണ്ട്. സാധാരണ ഗോമതിയെ കൊണ്ടാണല്ലോ എടുപ്പിക്കുന്നത്. ഇത് തന്നെ പോയി എടുത്തൊരു പോക്ക് പോവാ. അപ്പോൾ തന്നെ ഗോമതി മീനാക്ഷിയൊക്കെ പറഞ്ഞുണ്ട്, അച്ഛാ എന്തിനാ ഇപ്പോൾ പോണത്, എവിടെ പോവാ, പിന്നെ എനിക്ക് കടയിൽ പോകണ്ടേ, ദുഃഖിച്ച് ഇവിടെ കയറി ഇരിക്കാൻ പറ്റുമോ, ഓരോരുത്തരും കാണിച്ച് വെക്കുന്നത് അങ്ങനെയാണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബാലൻ എന്നിട്ട് ഇവർ പറയണ കേൾക്കാണ്ട് ഇറങ്ങി പോവാണ്. അതിൻ്റെ പുറകെ ആനന്ദും പോവാട്ടോ, ഞാനും ഓഫീസിലേക്ക് പോവാന്ന് പറഞ്ഞ്. പക്ഷേ മീനാക്ഷിക്ക് എന്തൊക്കെയോ സംശയങ്ങളായി തുടങ്ങിയിട്ടുണ്ട്. മീനാക്ഷി എന്താ ചെയ്യുന്നത് വെച്ചാൽ ധർമ്മൻ വരുമ്പോഴത്തേക്കും ധർമ്മനോട് പറയുക, മാമ എനിക്ക് മാമനോടൊരു കാര്യം പറയാനുണ്ട്. എന്താ മീനു? അതല്ല, മാമനൊന്ന് പുറത്തേക്ക് വരാവോ? ഞാൻ വരാം. അങ്ങനെ പുറത്തേക്ക് വിളിച്ചുകൊണ്ട് പോയിട്ട് പറയാം, അതെ നമ്മുടെ അനുമോളിപ്പോൾ ഈ ചെയ്തത് പൂർണ്ണമായിട്ട് അവളുടെ ഒരു താല്പര്യത്തോടെ അല്ല, അവളൊരു തെറ്റും ചെയ്തില്ല. ഇത് അവളെ എന്തിനോ ട്രാപ്പിൽ പെടുത്തിയിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അനുമോളെ നമുക്കറിയാമല്ലോ അവളുടെ മനസ്സെന്താ എങ്ങനെയാണെന്ന്. അവൾക്ക് നമ്മളെ ആരും ചതിക്കാൻ കഴിയില്ല മാമ. അവളുടെ മനസ്സെന്താണെന്ന് അറിയണം. അവളുടെ ഉള്ളിൽ എന്തോ ഉണ്ട്, അത് അവൾക്ക് തുറന്ന് പറയാൻ പറ്റുന്നില്ല. അത് ശരിയാ മോളെ. അതിനിപ്പോൾ ഞാനെന്താ സഹായിക്കേണ്ടത്? മാമനൊന്ന് കൃഷ്ണമംഗലം വരെ പോകണം. ഞാൻ പോവില്ല, ആ വീട്ടിൽ ഞാൻ കാലെടുത്ത് വെക്കില്ല. അങ്ങനെ പറയരുത്. നമ്മുടെ അനുമോൾക്ക് വേണ്ടിയിട്ടാണ്, കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ്. മാമൻ അവിടെ പോകണം. എന്നിട്ട് അവിടെ ചെന്ന് അനുമോളോട് സംസാരിക്കണം. എനിക്ക് കാണണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ അമ്പലത്തിൻ്റെ ആ ദേവീ ക്ഷേത്രത്തിൻ്റെ ആൽത്തറയില്ലേ, അവിടെ അവളെയും കൂട്ടി വരണം. സംസാരിച്ചേ പറ്റൂ. എങ്ങനെയെങ്കിലും ആ വീട്ടിൽ നിന്ന് അവളെ പുറത്തിറക്കിക്കൊണ്ട് വരണം മാമൻ. അവസാനം മീനാക്ഷിയുടെ നിർദ്ദേശപ്രകാരം അങ്ങനെ തന്നെ ചെയ്യാമെന്ന് നമ്മുടെ ധർമ്മൻ വാക്ക് കൊടുക്കുക കേട്ടോ. ഇന്നത്തെ എപ്പിസോഡിൽ ഡീറ്റെയിൽഡ് എപ്പിസോഡുമായി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്